നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പൗരത്വ നിയമ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടൽ നിലവിൽ വരും. ഓൺലൈൻ പോർട്ടൽ വഴി 2014 ഡിസംബർ 31-നോ അതിനു മുൻപോ മതപരമായ പീഡനം നേരിടുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള യോഗ്യരായ കുടിയേറ്റക്കാർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. രേഖകൾ കേന്ദ്രം നിയോഗിക്കുന്ന സമിതി പരിശോധിച്ച് പൗരത്വം നൽകുന്നതിൽ തീരുമാനമെടുക്കും. കേരളം, പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ പൗരത്വ നിയമ ഭേദഗതിയിൽ നേരത്തെ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിജ്ഞാപനം ചെയ്യുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2019 ഡിസംബർ 11-നാണ് പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത്. 2020 ജനുവരി 10 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. എന്നിരുന്നാലും നിയമത്തിന്റെ ചട്ടങ്ങൾ ഇതുവരെ വിജ്ഞാപനം ചെയ്തിട്ടില്ലായിരുന്നു. അതിനാലാണ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31-ന് മുൻപ് ഭാരതത്തിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി സമുദായങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് പൗരത്വം നൽകുന്നതിന് നിയമം നടപ്പാക്കുകയോ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയോ ചെയ്യാൻ കഴിയാതിരുന്നത്. കോവിഡ് മഹാമാരി കാരണം നിയമങ്ങളുടെ വിജ്ഞാപനത്തിലുണ്ടായ കാലതാമസം നിയമം പ്രാവർത്തികമാക്കാനും നടപ്പിലാക്കാനും സർക്കാർ ഇപ്പോഴും താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് പല കോണുകളിൽ നിന്നും സംശയങ്ങൾ ഉയരുവാൻ കാരണമായിരുന്നു. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ജമ്മു കാശ്മീരിലെ ഭീകരതയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടരാനുറച്ച് ജമ്മു കാശ്മീർ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ യോഗത്തിന്റേതാണ് ഈ തീരുമാനം. ജമ്മു കാശ്മീരിലെ സുരക്ഷാ ഏജൻസികളുടെ പ്രവർത്തനവും മൊത്തത്തിലുള്ള സുരക്ഷാ സാഹചര്യവും യോഗത്തിൽ അവലോകനം ചെയ്തു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ഭീകരവാദത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം യോഗത്തിൽ നിർദ്ദേശം നൽകി. ഭീകരവാദ ഭീഷണി ഇല്ലാതാക്കുന്നതിനായി ജമ്മു കാശ്മീരിലെ സുരക്ഷാ ഏജൻസികളുടെ പ്രവർത്തന യോഗം അവലോകനം ചെയ്തു. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ഇതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകതയും അമിത്ഷാ ഊന്നിപ്പറഞ്ഞു. പ്രദേശത്തെ ക്രമസമാധാന നിലയിലുണ്ടായ പുരോഗതിയിൽ സുരക്ഷാ ഏജൻസികളെയും ജമ്മു കാശ്മീർ ഭരണകൂടത്തെയും യോഗത്തിൽ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന് ഭീകരതയോട് സന്ധിയില്ലാത്ത സമീപനമാണുള്ളത്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കണം. പ്രാദേശിക തലത്തിൽ രഹസ്യാന്വേഷണ ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഭീകരവാദികൾക്ക് ലഭിക്കുന്ന പിന്തുണയും അവരുടെ വിവര സംവിധാനങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കാൻ സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി അടിവരയിട്ട് പറഞ്ഞു. കഴിഞ്ഞ വർഷം ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ ഉന്നതതല യോഗത്തിൽ ഭീകരതയ്ക്കെതിരെ സുരക്ഷാ ഏജൻസികൾ ശക്തമായ പോരാട്ടം നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു.